ഹലോ ഫ്രണ്ട്സ്, സാര വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ വീണ്ടും കിച്ചണിലാണ്. പക്ഷെ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നിത് ഞങ്ങളുടെ വീടിന്റെ കിച്ചൺ അല്ല. ഇന്ന് ഞാനും ചക്കരയും കുഞ്ഞനും അമ്മയൊക്കെ എൻ്റെ വീട്ടിലാണ്. ഇന്ന് എന്താന്നല്ലേ, ഇന്ന് ശരിക്കും ക്രിസ്മസ് ആണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ അമ്മ സ്പെഷ്യൽ ആയിട്ട് എന്തോ സംഭവം ഉണ്ടാക്കാൻ പോകുന്നു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചെങ്കിൽ ശരി എന്നൊരു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അപ്പൊ അമ്മയെ കാണണ്ടേ. അപ്പം ഇതാണ് എൻ്റെ അമ്മ. അപ്പൊ എൻ്റെ എല്ലാ കുക്കിംഗ് ഇൻസ്പിറേഷൻ ആണ് ഇത്. അപ്പൊ ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഒരു ബീഫ് റോസ്റ്റ് ആണ് അമ്മ ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി ഇവിടെ എല്ലാ സാധനങ്ങളും റെഡിയാണ്. ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ആദ്യം എന്താ അമ്മ ചെയ്യാൻ പോകുന്നത്? ആദ്യം ബീഫിന് കുക്കറിലേക്ക് ഇടും. ഇതിപ്പോ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫാണ്. ഇത് എത്ര കിലോ ഉണ്ടമ്മ? 2. ഓക്കെ, അപ്പൊ 2 കിലോ ബീഫ് നമ്മളിത് ആദ്യം കുക്കറിലേക്ക് ഇട്ട് ആദ്യം വേവിച്ചെടുക്കണം അല്ലേ? കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ഇട്ട് ചേർത്ത് വേവിക്കണം അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടിയ സാധനങ്ങൾ, അതായത് വേവിക്കാൻ വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. ഇതെല്ലാം കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഈ കോഴി മുട്ട ബാക്ക്ഗ്രൗണ്ടിൽ കോഴിയുടെ മുട്ട ഇട്ടിട്ടുള്ള കരച്ചിലാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അതുപോട്ടെ. അപ്പൊ ഇതിനകത്ത് വേണ്ടിയത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി അമ്മ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതാണ്. എന്നിട്ട് അരച്ചതല്ല, പേസ്റ്റ് അല്ല, നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത്. ഇതൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കാണും. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു വലിയ തക്കാളി, അത്യാവശ്യം വലിയ തക്കാളി. ഇത്രയാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാം. അമ്മ ഇതിനെ വന്നിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇട്ടുതരാം. ഇത്ര ഇട്ടോ അമ്മ. തക്കാളി ഇടണ്ട. തക്കാളി ലാസ്റ്റിൽ ഇത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഓക്കെ. അപ്പൊ നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം ഇനി അമ്മ നന്നായിട്ട് മിക്സ് ചെയ്യും. കാണിച്ചു തരാം. അപ്പൊ ലാസ്റ്റ് നമ്മൾ ബാക്കി വന്ന ഈ ഒരു തക്കാളി കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കുക്കറിൽ വേവിക്കുമ്പോൾ വെള്ളം വേണ്ടേ? വെള്ളം വേണ്ട. വെള്ളം ഈ ബീഫിൽ വെള്ളം കാണും. വെള്ളം കാണും. ഞാൻ അടയ്ക്കാം. അപ്പം സംഭവം സെറ്റായി. ഞങ്ങള് കുക്കർ അടച്ച് ഓക്കെ. അപ്പൊ നമ്മളിനി കുക്കർ അടച്ച് വേവിക്കും. ഇന്ന് ഞാൻ ഹെൽപ്പർ അസിസ്റ്റന്റ് പടി അമ്മക്ക്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇനി ഏകദേശം നമ്മുടെ ബീഫിന്റെ വേവ് അനുസരിച്ച് എത്രയാണോ, ഇപ്പൊ നമുക്ക് നമ്മുടെ കുക്കറും അതിന്റെ ബീഫിന്റെ വേവ് അനുസരിച്ച് നമ്മൾ വേവിക്കുന്ന എത്രയാണോ, ചിലർക്ക് 5 to 8 വരെ അല്ലെങ്കിൽ 10 വരെ വിസിൽ കേൾക്കണം. അതിനനുസരിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് ഇതേ കുക്കറിലായിട്ടുണ്ട്. ഇനി പക്ഷെ ബാക്കി കുക്കിംഗ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നത് വീടിന്റെ പുറം ഭാഗത്താണ്. അപ്പൊ അമ്മ പറഞ്ഞു എന്തായാലും നമുക്ക് അടുപ്പത്ത് ഉണ്ടാക്കാം. അങ്ങനെ ഞങ്ങളിത് അടുപ്പെല്ലാം കത്തിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ബാക്കി ഇതിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്തൊക്കെ വേണം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. മെയിൻലി നമുക്ക് വേണ്ടിയത് പച്ചമുളക്. ഇതൊരു 4-5 പച്ചമുളക് ചതച്ചതാണ്. വെളുത്തുള്ളി നമുക്കൊരു 2-3 കുടം വെളുത്തുള്ളി. പിന്നെ നമ്മുടെ ഒരു അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം നമ്മൾ ചതച്ചാണ് എടുക്കാനുള്ളത്, നല്ല പേസ്റ്റ് ആവണ്ട. പിന്നെ നമുക്ക് കടുക് താളിക്കാനുള്ള നമ്മുടെ വറ്റൽമുളകും പിന്നെ മല്ലിയിലയും. പിന്നെ ഉള്ളത് നമ്മൾ മെയിൻ ആയിട്ട് വേണ്ടിയ വേറൊരു സാധനം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ തേങ്ങാ കൊത്തിനകത്ത് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ അതാണ് ഇനി അടുത്ത് വേണ്ടിയ സാധനം. ഇനി വേണ്ടിയത് നമ്മുടെ മുളക് പൊടി ഒരു 5-6 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് നമ്മുടെ എരിവിന് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അടുത്തതെന്ന് വെച്ചാൽ മല്ലിപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ആവശ്യത്തിന് കറിവേപ്പില നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച്. പിന്നെ ഉള്ളത് ചതച്ച മുളകാണ്, ക്രഷ്ഡ് ചില്ലി. അതും ഒരു 3 ടേബിൾ സ്പൂൺ ആയിരിക്കും ഈ കണക്കനുസരിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, ഇതെല്ലാം 2 കിലോ ബീഫിന് വേണ്ടിയതാണ് ഞാൻ ഈ പറയുന്നത്. ഇനിയുള്ളത് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇതേ ഒരു ടേബിൾ സ്പൂൺ തികച്ചില്ല. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആവശ്യത്തിന്, ഇത് നമ്മളെല്ലാം ആവശ്യത്തിന് ഇട്ടാൽ മതി. ഗരം മസാല ഇപ്പൊ ഇതിനകത്തൊരു 2 ടേബിൾ സ്പൂൺ കാണും. ഇതെല്ലാം നമ്മുടെ ബീഫിന്റെ കണക്കനുസരിച്ച് ഞാൻ അപ്പൊ ഇടുമ്പോൾ കാണിച്ചു തരാം എത്ര ഇടേണ്ടിയെന്ന്. ഇത് നമ്മുടെ കുരുമുളക് പൊടി. ഇത് നമ്മുടെ എരിവിനനുസരിച്ചാണ്. നമ്മുടെ ബീഫ് ആകുമ്പോൾ കുറച്ച് നല്ല സ്പൈസി ആയിരിക്കണം. അപ്പൊ എരിവിനനുസരിച്ച് നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് കുക്കിങ്ങിന് വേണ്ടി വേറൊരു സാധനം ഞാൻ മിസ്സായിപ്പോയി. എന്നുവെച്ചാൽ നമ്മുടെ ചെറിയ ഉള്ളിയും സവാളയും. സവാള വളരെ കുറച്ച് കണ്ട, ഇതിന്റെ ഇത്രേ ഉള്ളൂ. ബാക്കി കുഞ്ഞുള്ളിയാണ്. വളരെ കുറച്ച് സവാള ഉള്ള ഒരു 3 സവാള നിങ്ങൾ വളരെ കുറച്ച് എടുത്താൽ മതി.
പിന്നെ കുഞ്ഞുള്ളി നമ്മുടെ ആവശ്യത്തിന്, അതായത് ഇതിപ്പം ഞാൻ ഏകദേശം ഒരു 250 to 300 grams എടുത്ത് കാണും. ഓക്കെ, അത്രയും സവാള ഒരു 2-3 സവാള മതി. വലിയ സവാളയൊക്കെ ആണെങ്കിൽ 2 ഓക്കെ, അത് നിങ്ങളുടെ ആവശ്യത്തിന്. സാധാരണ സവാള വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നാണ്. ഉപയോഗിക്കുന്നതോറും നമുക്ക് ടേസ്റ്റ് കുറച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. കുഞ്ഞുള്ളിയാണ് നല്ലത്. ഓക്കെ, ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്. ഓക്കെ, വെളിച്ചെണ്ണ നമ്മുടെ ആവശ്യത്തിന് അല്ലേ ഒഴിച്ചിട്ട് അതിൽ തേങ്ങ കൊത്തി മൂപ്പിച്ചെടുക്കണം. അപ്പൊ ആദ്യം കടുകല്ല, ആദ്യം തേങ്ങ കൊത്തി മൂപ്പിക്കണം അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇടാം. എണ്ണ ചൂടാക്കി നല്ലവണ്ണം മൂപ്പിച്ചിട്ട് വരണം. ഇതില് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിതിനെ മൂപ്പിച്ച് നമ്മളിതിനെ കോരണം. ഓക്കെ, ഇതാണ് പരിപാടി. ഓക്കെ, അപ്പൊ നമ്മൾ ആ തേങ്ങക്കൊത്ത് വറുത്ത് വാരി ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള വെച്ചാൽ കടുക് ഇടണം. കടുക് നമ്മുടെ ആവശ്യത്തിന്. അപ്പൊ ഞാൻ കുറച്ചിടാം. കടുക് ഇട്ടിട്ട് അടുത്ത് നമുക്ക് ഇടാനുള്ളത് എന്താണ്? വറ്റൽമുളക് മുറിക്കണ്ട ഇങ്ങനെ ഇട്ടോ. നമ്മൾ ഇങ്ങനെ തന്നെ ഇതിന്റെ വാലൊക്കെ ഉള്ള വറ്റൽമുളകിനെ വേണം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പത്തേനും ഇഞ്ചി എല്ലാം ഇടാം അല്ലേ? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച കറിവേപ്പില കുറച്ച് മാത്രം ഇടാം. ഇതിനകത്ത് എണ്ണ അല്പം കുറവാണ്, അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടി എണ്ണ ചേർക്കും. അപ്പൊ ഇത് മൂത്ത് വന്നല്ലേ അമ്മ? കുറച്ചുകൂടെ ആവണോ? ഓക്കെ, അപ്പൊ ഇതിന്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഉള്ളി മുഴുവനായിട്ട് ഇടാം. ഇത് നന്നായിട്ട് വാടണം. ഇപ്പൊ തന്നെ ഒരു നല്ല മണമുണ്ട്. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർന്ന് നല്ല മണം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉള്ളി ഇതെങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നമുക്ക് ബീഫിനകത്ത് ഉള്ളി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാത്ത രീതിയിൽ വേണം ഇത്. അത്ര രീതിക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പൊ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ അല്പം മഞ്ഞപ്പൊടി മാത്രം ചേർത്ത് നമ്മൾ ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കും. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പെല്ലാം ചേർക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഇത്ര മതിയാമ്മ? കുറച്ചുകൂടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചതിന് കുറച്ച് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. എത്ര നേരം വഴറ്റണം അമ്മ? ഇത് കാണാതെ ബീഫില് ഫ്രൈ ചെയ്യുമ്പോ അറിയാത്. ഓക്കെ, കുറച്ച് ഉപ്പും കൂടെ ഇതിലോട്ട്. അപ്പൊ ഞാൻ ഇനി കുറച്ച് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. മതിയാമ്മ? നോക്കണം. മതിയാ? നമ്മള് ഒരുപാട് ഉപ്പിട്ടിട്ടില്ല, കാരണം നമ്മള് ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഉള്ളി നല്ലതായിട്ട് മൂത്ത് ഇനി നമുക്ക് ചതച്ച മുളക് ഇടാം. മുഴുവൻ ഇടട്ടാമ്മ? ഒന്ന് വാടി വരണം അല്ലേ? അടുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ മുഴുവൻ ഇടാമോ? കുറച്ച് മുളക് പൊടി കുറച്ചിടും. മല്ലിപ്പൊടി മൊത്തം മുളക് പൊടി നോക്കട്ടെ. അത് നമ്മുടെ ഇതിന്റെ നിറമൊക്കെ നോക്കി എരിവ് നോക്കിയിട്ട് തേങ്ങ കൊത്ത് നമ്മള് നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടി അതിനകത്ത് മുഴുവൻ എടുത്താ. പിന്നെ അതിലുള്ള കുരുമുളക് പൊടി, കറി മസാല,
ഗരം മസാല കൂടി ഇടാമോ? മഞ്ഞൾപ്പൊടി വേണ്ടല്ലോ ഇനി. കുരുമുളക് പൊടി അത്രയും ഇടും. നോക്കാം. ഒപ്പം ചെയ്ത് നോക്കാം. ഇപ്പൊ ബീഫിനകത്ത് ആവശ്യം വെള്ളമുണ്ട്. നമ്മൾ നേരത്തെ വെള്ളമൊന്നും ചേർക്കാതെയാണ് ബീഫ് വേവിച്ചത്. പക്ഷെ ബീഫിനകത്തുനിന്ന് ഇറങ്ങിയ വെള്ളം നന്നായിട്ട് വെന്തിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മുടെ മസാല ഏകദേശം റെഡിയായി. ഇനി ഞാൻ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് ഇത്ര വെള്ളത്തോടെ ഇതിനകത്തു നിന്നുള്ള അതോടെ ഞാൻ ഇതിനകത്തേക്ക് തട്ടുവാണേ. ബാക്കി വന്ന കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ഇടാം. ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ മസാല എല്ലാം ബീഫുമായിട്ട് മിക്സ് ആയി. പക്ഷെ ഇതിനെ നമ്മൾ കുറച്ചധികം നേരം ഇട്ട് നമ്മൾ വഴറ്റി നല്ല ഡ്രൈ ആക്കി നമ്മൾ എടുക്കണം. അപ്പൊ ഇത് കുറച്ചധികം നേരം നമ്മൾ ഇട്ട് ഇളക്കി നല്ല നന്നായിട്ട് അത് പെരട്ടി നമ്മളൊരു റോസ്റ്റഡ് പരുവാക്കണം. ഇതിപ്പോ സെമി ഗ്രേവി ആയിട്ടല്ലേ ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ഇതിനെ മാറ്റി നമുക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പൊ ലാസ്റ്റ് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ആ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് കുറച്ച് വറ്റി നല്ല പെരണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇത്ര ആയാൽ പോരാ, ഇത് കുറച്ചും കൂടി ഇത് കിടന്ന് നല്ലതായിട്ട് ഡ്രൈ ആയി വരണം. ഇത് എത്ര കിടന്ന് ഇങ്ങനെ ഡ്രൈ ആയി വന്നുകൊണ്ടിരിക്കും അത്രയും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇങ്ങനെ നമ്മൾ തീ ഇപ്പൊ കുറച്ചിട്ടിട്ടുണ്ട്, ഒരുപാട് തീ കത്തിച്ചിട്ടില്ല. അപ്പൊ നമ്മളിനി ഈ ഒരു കനലില് നന്നായിട്ട് ഇത് മിക്സായി നല്ല ഡ്രൈ ആയിട്ട് വരണം. കളറൊക്കെ മാറി നല്ല ബ്രൗൺ ആവണം. അപ്പൊ നമ്മുടെ ബീഫ് റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചു നേരം കൂടി കണ്ടോ, ഇപ്പൊ നല്ല ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല എന്താ പറയാ, ഒരു റോസ്റ്റ് പരുവം ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ അമ്മ ഇങ്ങനെ അതിന് അടിയിലൊക്കെ പിടിക്കാതെ അമ്മ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെറു തീയിലാണ് നമ്മളിപ്പോ ഇട്ട് ഇതിനെ വരട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് റോസ്റ്റ് ഏകദേശം ശരിയായെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി ബീഫിന് എന്ത് കൂട്ടി കഴിക്കുന്നില്ല നിങ്ങൾ ആലോചിക്കുന്നത്. അത് ദേ പുറകിൽ നടക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. കാണിച്ചു കൊടുക്കേക്കരെ ആണോ? ഇതാരാണെന്നല്ലേ? ഇതാണ് എന്റെ അച്ഛൻ. അങ്ങോട്ട് നോക്കച്ചാ. ഓക്കെ, അപ്പൊ നമ്മുടെ ബീഫ് റോസ്റ്റ് നല്ല ഡ്രൈ ആയി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയും കൂട്ടി ബീഫ് ഒരു പിടി പിടിക്കുന്ന കാണിച്ചു തരാം. അതിന് പൊറോട്ട ഉണ്ടാക്കണം. നമ്മുടെ അച്ഛൻ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടേ ഉള്ളൂ. നമുക്കിനി അതിനെല്ലാം ചുട്ട് ബീഫുമായിട്ട് ചക്കര കഴിക്കും. നമ്മുടെ പൊറോട്ടയും ബീഫും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോ ടേസ്റ്റ് വേണ്ടി പോവുകയാണ്. ഞാനിപ്പോ പൊറോട്ട ഒരെണ്ണം എടുത്ത് ഇനി നമ്മള് ഉണ്ടാക്കിയ ബീഫ് റോസ്റ്റ് എടുത്തു. അടിപൊളി, ഒന്നും പറയാനില്ല. രണ്ട് നമ്മൾ ഹോം മെയ്ഡ് ആണ്. പൊറോട്ട ഇവിടെ ഉണ്ടാക്കിയതാണ്, ബീഫും ഇവിടെ ഉണ്ടാക്കിയതാണ്. രണ്ടും അടിപൊളി, സൂപ്പർ. അപ്പൊ ഞാൻ കഴിച്ചിട്ടെ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.